ഈ ചേട്ടനെ വൺ ഡേ ലൈവ് കൊണ്ടുവരുമോ ചേട്ടാ? അയ്യോ സുരാജേട്ടാ, എന്റെ അമ്മോ ഗൈസ്, ഇതെന്റെ സെഡോണ്. നമ്മുടെ വണ്ടിയൊക്കെ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത സ്ഥലമില്ലേ, അവിടുത്തെ പുള്ളിയാണ്. അവിടെ സ്റ്റിക്കറിങ് വർക്കൊക്കെ ചെയ്യുന്നത് ഈ ചേട്ടനാ. വിനീതിന്റെ ഒക്കെ കൂടെ വിനീതിന്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യണതാ പുള്ളി ചേട്ടാ. പുള്ളി പാട്ട് പാടുന്നത് നിങ്ങൾ കേട്ടു നോക്കണേ. ഈ എന്റെ ഒടുക്കത്തെ കഴിവെന്ന് പറഞ്ഞാൽ വേറെ ലെവലാ പുള്ളി. ആൾക്ക് ഭയങ്കര മടിയാടാ, പുള്ളി പാടത്തില്ലടാ. ബ്രോ താങ്ക് യു സോ മച്ച്. 36 AD താങ്ക് യു സോ മച്ച്. വെൽക്കം സ്ട്രീം. പുള്ളിക്ക് ഭയങ്കര ഇതാണ്. പുള്ളി വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ മടിയാണ് പുള്ളിക്ക്. ആള് പാടത്തില്ല. കിഡിലും ടാലന്റ് ഉള്ള ആളാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത അണ്ണ എരപ്പാണ്. അതാ വീഡിയോടെയാടാ, വീഡിയോടെയാ. ഇത് നമ്മുടെ സെർവറിന്റെ ആയിരുന്നു. ഞാൻ ഓർത്തിത് ഞാൻ വേറെ ഏതോ യൂണിവേഴ്സിൽ എത്തിയെന്ന്. ഞാൻ തമിഴിലൊക്കെ തെറി വരണം കേട്ടാ. ഓ ബുള്ളറ്റിന്റെ അല്ലേ? ബുള്ളറ്റ് അവന് എപ്പടി ഓട്ടുന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ല ബ്രോ. കാരണം നീയൊക്കെ 5M ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവൻ നിന്നേക്കാളൊക്കെ മുമ്പേ ദൈവമായിരുന്നു. മനസ്സിലായ? ഇന്നലെ 5M ഇൻസ്റ്റാൾ ചെയ്ത പിള്ളേർക്ക് മനസ്സിലാകത്തില്ല അവൻ എപ്പോഴാ ഇത് ഓട്ടി തുടങ്ങിയത് 4-5 വർഷം മുമ്പാ. അല്ലാതെ ഇന്നലെ ഓട്ടി തുടങ്ങിയതല്ല. ഇന്നലെ 5M ഇൻസ്റ്റാൾ ചെയ്ത പിള്ളേർക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പാടാത്. Eagle, you don't know how happy for you this grow. Enjoy your Eagle wants to be. Devin bro, thank you so much for the 100 rupees. Welcome to stream. ഹാപ്പി വിഷു അണ്ണാ. ബോബിനോടും പറ. ഉറപ്പായിട്ടും അതിൽ ബ്രോ, ഉറപ്പായിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾവേസ് പ്രൈം. അതെ. ഇതെന്താ ഇങ്ങനെ എന്റെ കൈ തട്ടടി ക്യാംലിങ്ക് വരുന്ന? ഇതെന്താ ഷോർട്ട് ഫിലിമോ? ഇതെന്താ 2.5 മിനിറ്റ് ഷോർട്ട് ഫിലിം ഒക്കെ ഇവിടെ കൊണ്ടിരിക്കണേ. The man only has eyes for one lady. ഇതൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ വരയ്ക്കണേ? ഓയിൽ എങ്ങനെ കൊണ്ടുവന്നു? ഓയിൽ എണ്ണ ഒഴിച്ച് കാണും അടുക്കളന്ന്. ഇപ്പൊ ഈഗിളിന്റെ മോൻ ദക്ഷ എന്നല്ല, ഇപ്പൊ കുറച്ച് കഴിയുമ്പോ ദക്ഷിന്റെ അച്ഛൻ ഈഗിൾ എന്ന് അവൻ പേരെടുക്കും. ഹാപ്പി വിഷു അണ്ണ വാവയ്ക്കും ചേച്ചിക്കും. അയ്യോ അപ്പു ബ്രോ താങ്ക് യു സോ മച്ച്. മീൻസ് എ ലോട്ട്. പിന്നല്ല, അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ അവന് എന്തായാലും സോഷ്യൽ മീഡിയ അക്കൗണ്ട് എന്തായാലും ഞാൻ തുടങ്ങണില്ല ഗൈസ്. അത് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല. ലൈക്ക് അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് എനിക്ക് തുടങ്ങാനുള്ള ഒരു താല്പര്യമില്ല. ഇപ്പൊ ഗെയിമർ ആക്കണോ അതാക്കണോ അതൊക്കെ അവന്റെ ഇഷ്ടമായിരിക്കൂലേ. അവനും നമുക്കും കൊച്ചിലെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതിനനുസരിച്ച് വളർന്നു വരിക എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പൊ അവൻ വളർന്ന് വലുതായിട്ട് അവന് സോഷ്യൽ മീഡിയ വേണമെന്ന് തോന്നുന്ന സമയത്ത് അവൻ സോഷ്യൽ മീഡിയയിൽ വരട്ടെ, അത് തന്നെയല്ലേ നല്ലത്. അല്ലാതെ ഞാൻ ഇപ്പോഴും എന്തായാലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് കുഞ്ഞിന് വേണ്ടി തുടങ്ങണില്ല. അതിനെനിക്ക് താല്പര്യമില്ല. തൽക്കാലം കുഞ്ഞിൻ്റെയൊക്കെ വീഡിയോസ് അവളുടെ അതിനകത്തൊക്കെ ഇട്ടോളും. എനിക്ക് അങ്ങനെ ഒരു താല്പര്യം എന്തായാലും ഇല്ല ഇപ്പം. അവന് തുടങ്ങണം എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രായമാകുമ്പോൾ അവൻ തുടങ്ങട്ടെ, അതാണ് നല്ലത്. അല്ലാതെ നമ്മള് കുഞ്ഞിന്റെ പേരിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കി ഫോളോവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാര്യം? അവനെ അവന്റെ വഴിക്ക് വിട്ടേക്കാം. അവന് ഇഷ്ടമുള്ള കാര്യം അവൻ ചെയ്യട്ടെ. ഹായ് ബ്രോ, പി സി സ്പെക്ക് ഒന്ന് പറയാമോ? എന്റെ പി സിയുടെ സ്പെക്ക് ആണോ? എന്റെ പി സിയുടെ സ്പെക്ക് ബ്രോ 5090
സുപ്രീം എക്സ് 64 GB റാം. എൻ്റെ പ്രോസസ്സർ നോക്കട്ടെ, ഒരു സെക്കൻഡ് പറയാം കറക്റ്റ്. റൈസൻ 7950X3D, പിന്നെ 64 GB റാം. ഇതൊക്കെയാണ് സ്പെക്ക് എൻ്റെ ഇപ്പോഴത്തെ. ന്യൂസ് ഒക്കെ ഇറങ്ങുന്നത് എന്തായി? ഉടനെ വരും ബ്രോ, ഉടനെ 68 ബ്രോ. അത് പണിയിലാണ്, ഉടനെ വരുന്നതായിരിക്കും. പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അണ്ണാ എനിക്കൊരു PC സെറ്റാക്കി തരുമോ പ്ലീസ്? ഒന്ന് സെറ്റാക്കി തരുമോ? RR40 മോനെ, ഒരു കുഞ്ഞുവാവ ജനിച്ച് ഞാൻ അവനെ ഒന്ന് വളർത്തി വലുതാക്കിക്കോട്ടെ, അതിന് ശേഷം പതിയോ നിനക്ക് PC? അതോ അതിന് മുമ്പ് വേണോ? ഫ്ലെക്സിങ് ആണല്ലോ അണ്ണാ. മേടിച്ചതല്ലേ നമ്മളെ. Girls with 2 years of friendship. Boys with 2 seconds of friendship. എന്നാലും ബൈക്കിൽ ഇവർ എവിടുന്നായിരിക്കും ഗ്ലാസ് പെട്ടെന്ന് അറേഞ്ച് ചെയ്തത്? വേറൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മറ്റേ റെയിൽവേ ക്രോസിൽ വണ്ടി നിർത്തിയിടുമ്പോഴേ, റെയിൽവേ ക്രോസിൽ വണ്ടി എടുത്ത് അമ്മമാര് വണ്ടിക്കകത്തിരുന്ന് വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോ ഒരു അപ്പാപ്പ സൈക്കിളിൽ വരും, പുള്ളിക്കാരൻ ഒരു പെഗ് ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ഉണ്ട്. അത് കണ്ടിട്ടുണ്ടോ നിങ്ങളായിരുന്നു? അത് സീൻ സാധനമാണത്. നമസ്കാരം സാർ, ഐഡിയുടെ ഓഫീസിൽ നിന്ന് സോഫിയാണ് വിളിക്കുന്നത്. അല്പനേരം സംസാരിച്ചോട്ടെ? അങ്കിള് തൂറാൻ പോയേക്കോളാം. ഇത് ശരിക്കുള്ളതാണോ? ഇത് റീക്രിയേറ്റ് ചെയ്തതാണോ? ഇത് കസ്റ്റമർ കെയർ എന്തല്ലേ എടാ? ഇത് കേട്ടോ, ഇത് ട്രോൾസ് ക്ലോസ്ഡ് ആയിരുന്നോ? ലാസ്റ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ല, ട്രോൾസ് ക്ലോസ്ഡ് ആയിരുന്നോ? സൂപ്പർ എടാ മോനെ. ഞാൻ നിനക്ക് 2 സെക്കൻഡ് നിനക്കൊന്ന് കൈയടി തന്നോട്ടെ. ഒരു ട്രോൾസ് ക്ലോസ് ചെയ്ത എല്ലാ മോഡറേറ്റേഴ്സിനും എൻ്റെ ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ. അതെ. ഈ ഒരു മനുഷ്യനെ കൊണ്ട് വെട്ടിമുറിപ്പിക്കാൻ വേണ്ടി സൂപ്പർ കാർ ഓണേഴ്സ് തങ്ങളുടെ കോടികൾ വരെ വരുന്ന സൂപ്പർ കാർസുമായിട്ട് ജപ്പാനിലേക്ക് ഫ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സംഭവം സത്യമാണ്. 1993 വട്ടാരു കേട്ടോ എന്നൊരു പയ്യൻ ജപ്പാനിൽ ഒരു മോഡിഫൈയിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, ലിബർട്ടി വാക്ക്. പയ്യൻ ആദ്യം ജപ്പാനിലെ ചെറിയ കീ കാഴ്സിൽ അഗ്രസീവ് ആയിട്ടുള്ള ബോഡി പാർട്സ് ഒക്കെ കയറ്റി അടിപൊളിയാക്കുന്നു. ബട്ട് ആരും അവന്റെ മോഡിഫിക്കേഷനെ സീരിയസ് ആയിട്ട് കണ്ടില്ല. ബട്ട് പയ്യൻ വിട്ടുകൊടുത്തില്ല. ഹൈ എൻഡ് സൂപ്പർ കാർസ് ഇമ്പോർട്ട് ചെയ്ത് ജപ്പാനിലേക്ക് വരുത്തിയിട്ട് ജപ്പാനിലെ വൈൽഡസ്റ്റ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റൈൽ ബോസോ സൂക്കോയുമായിട്ട് ഫ്യൂഷൻ ചെയ്തിരുന്നു. ലംബോർഗിനിയും ഫെറാറിയൊക്കെ മോഡിഫൈ ചെയ്യുന്നതിനെ പറ്റി ആർക്കും ചിന്തിക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു സമയത്താണ് കേട്ടോ ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഫെറാറിയോട് മുട്ടാൻ പോലും ആർക്കും ധൈര്യമില്ലാത്ത സമയത്ത് ആളൊരു എഫോർട്ടി കൊണ്ടുവന്ന് ആളുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള വൈറ്റ് ബോഡി ഇൻസ്റ്റാൾ ചെയ്തിറക്കുന്നു. ഇത് കണ്ട് എല്ലാവരുടെയും കിളി പോരുന്ന സമയത്ത് ഒരു എക്സ്ട്രീം വൈറ്റ് ബോഡി കിറ്റ് ചെയ്ത് ലംബോർഗിനി മുർസിയാലോ ഗെയിം ഇറക്കുന്നു. 2013 കമ്പനിയുടെ തലവര തന്നെ മാറ്റുന്ന രീതിയിൽ നിസാൻ GTR-ലും ഫെറാറി 458-ലും ചെയ്ത വൈറ്റ് ബോഡി കിറ്റ്സ് ഗ്ലോബലി വൈറലാകുന്നു. കാർ ഷോസിലും എക്സിബിഷൻസിലും ഒക്കെ കേറ്റോയുടെ ക്രിയേഷന് ഭയങ്കര ഡിമാൻഡ്. നൗ സൂപ്പർ കാർ ഓണേഴ്സ് വണ്ടികളുമായിട്ട് ജപ്പാനിലേക്ക് പറക്കുന്നു ജസ്റ്റ് ടു ഗെറ്റ് ലിബർട്ടി വാക്ക് വൈറ്റ് ബോഡി കിറ്റ്. എന്റെ അമ്മോ, മോട്ടിവേറ്റഡ് ആയോടാ രഘുലേ? പിന്നെ ഇവിടെ എനിക്ക് ബോയിലായി ബ്ലഡ് ഒക്കെ. എന്താ ബ്ലഡ് ഒക്കെ ബോയിലായി? സൂപ്പർ അണ്ണാ. കൂടുതൽ വന്നാൽ അണ്ണനെ കാണാൻ പറ്റുമോ? ഞാനിവിടെ ഇടയ്ക്ക് വരാറുണ്ട്. കൂടുതൽ വന്നാൽ കാണാൻ പറ്റത്തില്ലടാ, എന്റെ വീട്ടിൽ വരണത് ബ്രോ. കാണാം വരുന്നത് കാണാം. എല്ലാരും ഗ്യാങ് വെക്കിൾ വീടൊക്കെ കണ്ട്. എന്താ സോയ് തൊപ്പി വന്ന വ്യൂവേഴ്സ് കുറയുന്നുണ്ട്. നമ്മളൊരു പ്രശ്നമില്ല ബ്രോ. ബ്രോ ഞാൻ മറ്റേ ആണ്ടിലൊരിക്കൽ വന്നിട്ട് ഞാൻ അങ്ങനെ സ്ട്രീം ചെയ്യുന്ന ഒരാളല്ല. ഞാൻ മറ്റേ ക്രിപ്റ്റോ പരിപാടികൾ സ്ട്രീം ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഗെയിംസ് ആണ് മോസ്റ്റ്ലി സ്ട്രീം ചെയ്യാറുള്ളത്. ഞാൻ ഗെയിം എല്ലാ ദിവസവും വരും. കുറച്ച് ഡിസ്കോ ട്രോൾസ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. കണ്ടതിന് ശേഷം ഞാൻ ഗെയിമാണ് സ്ട്രീം ചെയ്യണം. അല്ല, എനിക്ക് ഗെയിമിംഗ് സ്ട്രീമറാണ് ഞാൻ. മോസ്റ്റ്ലി ഞാൻ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇത്ര നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വ്യൂ കുറയുന്ന ഒരു കൺസേൺ ഉള്ള ഒരാളല്ല ഞാൻ എല്ലാ ഗെയിംസ് കളിക്കാറുണ്ട്. PC മേടിച്ചിട്ട് വെച്ചിട്ട് ഞാൻ PC ഗെയിംസ് ഒക്കെ സ്ട്രീം ചെയ്ത് വെക്കുന്ന ഒരാളാണ് ഞാൻ, മനസ്സിലായോ? അപ്പൊ അല്ലാതെ ഞാൻ തൊപ്പിയുടെ ഒരു ഗെയിം സ്ട്രീമിംഗ് ശൈലിയല്ല എൻ്റെ.
അപ്പൊ ആ സ്ട്രീമിംഗ് ശൈലികൾക്ക് വ്യൂവേഴ്സ് വേറെ കൂടുതലുണ്ടാവും. ഗെയിംസ് ഇഷ്ടപ്പെടുന്ന ഗെയിംസിനോടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രീംസ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അല്ലാതെ വേറൊരു ടൈപ്പ് സ്ട്രീമിംഗ് അല്ല ഞാൻ ചെയ്യണേ. ഇപ്പം വേണ്ട, അറിയാവുന്നവർക്ക് അറിയാം. അത് അത്രേ ഉള്ളൂ. ഞാനിപ്പം നാളെ RP കളിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ വാച്ചിങ് എന്താണെന്ന് എനിക്കറിയാം. ഗെയിമിംഗ് സ്ട്രീമേഴ്സും മറ്റേ സ്ട്രീമേഴ്സും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പൊ അത് മനസ്സിലാക്കാൻ നീ ഇപ്പൊ പുതിയതായിട്ട് റീസെന്റ് സ്ട്രീമുകൾ കണ്ടു തുടങ്ങിയോണ്ട് മാത്രമുള്ള ഒരു പ്രശ്നമാണ്. പയ്യെ മനസ്സിലാവും, കുഴപ്പമില്ല. സ്കൂൾ അടച്ചതിന്റെ പ്രശ്നമാണ് ഇതൊക്കെയാണ്. കണ്ണുകടിയുള്ള ആൾക്കാർ എന്ത് ചെയ്യേ? ഇല്ല അതൊന്നും എടാ, അതിപ്പോ പറയല്ലേ, അത് ഈ കമ്പാരിസൺ ചെയ്യുന്ന ആൾക്കാർക്ക് അറിഞ്ഞൂടല്ലോ. നമ്മളെ ഓരോരുത്തർക്കും ഓരോ സ്ട്രീമിംഗ് ശൈലി ഉണ്ടാ. അതായത് നമ്മൾ ഗെയിംസ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് അവൻ്റെതായിട്ടുള്ള സ്ട്രീമിംഗ് ശൈലിയിൽ അത് കുറച്ചുകൂടെ വൈഡർ ഓഡിയൻസ് കിട്ടും. മനസ്സിലായ? ലൈക്ക് അതൊക്കെ അവരവരുടെ ഇതാണ്. പക്ഷെ എനിക്കത് അങ്ങനെ കമ്പയർ ചെയ്ത് അടി ഉണ്ടാക്കാൻ താല്പര്യമില്ല. അത് എല്ലാവരും അവരവരുടെ ഇതിലായിട്ട് പോട്ടെ. എന്റെ ആളിയോ, അതിനകത്തൂടെ വരുന്ന സൗണ്ട് കേട്ടാ? ഈ പോസ്റ്റ് ഈ ഡ്രോപ്പ് തൊട്ട് കേട്ടു നോക്കത്. ഹെഡ്സെറ്റ് വെച്ചിട്ടില്ലേ, ഹെഡ്സെറ്റ് വെച്ച് കേട്ടു നോക്ക് കേട്ടാ. എന്ത് സാധനമല്ലേ അത്? വിഷയം ബിവറേജ് വരെ വരാൻ അറിയാം, അവിടെ നിന്ന് എങ്ങോട്ട് വരണമെന്ന് അറിയത്തില്ല. ദ ഫുഡ് മേക്കർ നിതിൻ ബ്രോ. ബിവറേജിന്റെ അവിടെ വരുന്ന ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അവിടെ ഒരു ഗുരുമന്ദിരം ഉണ്ടാവും. ഗുരുമന്ദിരം അവിടെ നിന്ന് നേരെ താഴോട്ട് വന്നാൽ ഏറ്റവും അവസാനം അത്ത വീടാണ് എന്റെ വീട്. അതുവഴി വന്നാൽ മതി ഒരു ദിവസം ബ്രോ. ഞാൻ ഈ രാത്രിയിലൊക്കെ ലൈവ് ഇട്ടിട്ട് വൈകുന്നേരങ്ങളിലായിരിക്കും എണ്ണിക്കണേ. രാവിലെ വന്ന് വിളിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് എണ്ണിക്കത്തില്ല. വരുവാണെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ വരണം കേട്ടാ. ഒരു 4 മണി 5 മണി. ഫേക്ക് എന്നോ? ഫേക്കാണോ ഇത്? പോടാ. ബീറ്റ് ബോക്സ് ഒക്കെ ചെയ്യുന്നവരെ കേൾക്കാൻ നല്ല രസമാണ്. നിങ്ങൾക്ക് അറിയത്തില്ല, ഫെജോബ്രോടൊക്കെ കൂടെ പരിപാടി ചെയ്യുന്ന ആദർശ് ADJ, പുള്ളിയുടെ ഒക്കെ പരിപാടിയിൽ നേരിട്ട് കേൾക്കണം. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഫക്ട്സ് ഉണ്ടായിരിക്കും. വെറുതെ നോർമൽ മൈക്കിൽ ചെയ്യുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയോ? എടാ, കൈനീട്ടം അക്കൗണ്ടിൽ വന്നില്ലേ, മറന്നുപോയല്ലേ സ്കൈഡാക്സ്. നിനക്ക് 5 പൈസ തരത്തില്ലടാ നിനക്ക് കൈനീട്ടം. സ്കൈഡാക്സ്, നീയാണ് ഡിസ്കോ ട്രോൾസ് ക്ലോസ് ചെയ്തിട്ടാ. നിനക്ക് തരാം ഞാൻ കേട്ടാ, നിനക്ക് തരാം. Rudraj is rolled out the season who is going to lead CSK. Meanwhile, that 143-year-old farmer. ധോണിയുടെ ഞാൻ ഒരു കാര്യം പറയടാ, ഞാൻ ഭയങ്കര CSK ഫാനാണ്. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയാനുള്ളൂ, ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് പെർഫോമൻസ് വൈസസിൽ. അതുകൊണ്ട് കൂടുതൽ മാസ് അടിച്ചിട്ട് വെറുതെ RCB ഫാൻസിന്റെ വായിലിരിക്കുന്ന കേൾക്കുന്നതിലും നല്ലത് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരവിനെ പറ്റി സംസാരിക്കാം. അല്ലാതെ എപ്പോഴും തിരിച്ചു വരും എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ് BGM ഇട്ടിട്ട് ഒരു കാര്യമില്ല. ആസ് എ ടീം അവര് വർക്കൗട്ട് ചെയ്ത് തിരിച്ചു വരട്ടെ. അല്ലാതെ നമ്മൾ ഇപ്പൊ നാളെ വെടിവെക്കും, മറ്റന്നാൾ വെടിവെക്കും, അതിന്റെ മറ്റന്നാൾ വെടിവെക്കും എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ. ആസ് എ CSK ഫാൻ അവർ തിരിച്ചു വന്ന് കളി ബെറ്ററായി ഒരു ഇതിലോട്ട് വന്നതിന് ശേഷം സംസാരിക്കണതാണ് നല്ലത്. അല്ലാതെ വെറുതെ ഇരുന്ന് നമ്മൾ മെസ്സ് അടിച്ചിട്ട് ഒരു കാര്യമില്ല. അതാണ്. പിന്നെ വേറൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആസ് എ ഒരു ധോണി ഫാൻ എനിക്ക് പറയാനുള്ളത്, പുള്ളി 20s മറ്റേ ഇതിൽ കളിച്ച പെർഫോമൻസ് പുള്ളിയെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കുള്ളൊരു വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് കൂടുതൽ പുള്ളിയെ വെച്ച് ആസ് എ ഒരു ബുദ്ധിയുള്ള CSK ഫാൻ എനിക്ക് പറയാം, പുള്ളി ഒറ്റയ്ക്ക് മതി കളി ജയിപ്പിക്കാൻ എന്നുള്ളൊരു തോട്ടിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. പുള്ളിതരമുള്ള ലിമിറ്റേഷൻസ് ഇപ്പോൾ ഉണ്ട്. അതറിഞ്ഞ് മാത്രം നമ്മൾ ഫാൻസ് ബിഹേവ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. ജാക്കി ചാൻ സ്പീക്കിംഗ് മലയാളം. ഇത് കണ്ടതാ നമ്മൾ കഴിഞ്ഞ വട്ടം. ഡ്രൈവർ പോയിട്ട് നല്ല ബർഗറിന്റെ മണം വരുന്നുണ്ട്. നല്ല
പിന്നെ ബർഗർ എടുത്ത് മണപ്പിച്ച പിന്നെ പട്ടിത്തിട്ടത്തിന്റെ മണം വരുമോ? അതെന്തിര് എന്താ അറിയാം ബർഗർ എടുത്ത് ബർഗർ മണപ്പിച്ച സോപ്പിട്ട് കഴുകി തിന്നുന്നുണ്ട് ഈ വീഡിയോക്കകത്തും കണ്ട്. അങ്ങനെയാണോ? നല്ല ബർഗറിന്റെ മണം. സോസോ എന്തോ കഴുകി തിന്നുന്ന നല്ല ബർഗറിന്റെ രുചിയുണ്ട്. ഓ സൂപ്പർ, നമ്മൾ അറിഞ്ഞൂടായിരുന്നു. ബർഗറിന് പിന്നെ പഴങ്കഞ്ഞിയുടെ രുചി വരൂലല്ലോ ബ്രദർ. റെഗുലർ കണ്ടില്ലല്ലോ. വിളിച്ചില്ല. ആദ്യമായിട്ട് ബുദ്ധിയുള്ള ഒരു വില്ലനെ കാണാൻ പറ്റി. നീ ആണാണെങ്കിൽ ഈ വിലങ്ങൊന്ന് അഴിക്കടാ. ഓടാ, ആണത്തം കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാണോ? സത്യം സത്യല്ലേ? സാറിന് എല്ലാ പടത്തിലും വഴിച്ചു വിടുമ്പോഴാണല്ലോ പ്രശ്നമാകുന്നത്. ഇതാവുമ്പോ വലിയ സീനില്ല. സത്യം മണ്ടത്തരം കാണിച്ചിട്ടാണ് ബുദ്ധി കാണിക്കണത്. സത്യല്ലേ പുള്ളി പറഞ്ഞത്? എന്റെ അമ്മോ ഇജാതിയൊക്കെ. When I voiced Prime for the very first time, I was living with my brother Larry, who was a Marine, and I said, I'm going to an audition. I'm going to be a truck. And he started laughing. He said, a truck? And I said, this is a leader. This is a hero. And his demeanor just changed. He just went, oh, Peter, if you're going to be a leader, be strong enough to be judged. ദൈവമേ. I got to the audition, and I said, my name is Optimus Prime. Prime, ultimate Cybertron. Did you forget? അത് കേട്ടോ. I said, my name is Optimus Prime from the planet Cybertron. Did you forget who I am? I, Optimus Prime. We are here. ഡയലോഗ് അയ്യോ എന്ത് സാധനമല്ലേ അത്. ഒപ്റ്റിമസ് പ്രൈം. കളിപ്പാട്ടത്തിൽ വരെ ഇമോഷൻ ആയിരുന്നു അതിന്റെ. സത്യം പറഞ്ഞ അത് പറയാതിരിക്കാൻ വയ്യ. ചില കാര്യങ്ങളൊക്കെ ഉള്ളു എനിക്ക് അങ്ങനെ മറ്റേ പറയാം. നമ്മുടെ കുട്ടിക്കാലൊക്കെ നോക്കുകയാണെങ്കിൽ ബേ ബ്ലേഡ് മറ്റേ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ. അതുപോലെ ഒരു സാധനം കണ്ടിട്ട് അതിന്റെ ടോയ് വാങ്ങിക്കണമെന്നൊക്കെ തോന്നിയ വൺ ഓഫ് ദ ഒരു സാധനമാണ് ഈ ഒപ്റ്റിമസ് പ്രൈം എന്ന് പറയുന്ന സാധനം. എന്റെ അമ്മോ എന്ത് സാധനമായിരുന്നല്ലേ. കാറാവുന്നു, റോബോട്ടാവുന്നു. ഒന്നുകൂടി കാണട്ടെ പടം. സത്യമല്ലേ? അത് കേട്ടപ്പോ ഒന്നുകൂടെ കാണാൻ. ഗൈസ് 9K വാച്ചിങ്. എല്ലാവരും ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കണം. 7K ലൈക്ക് ഉള്ളു. ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കണം. വിഷു ഒക്കെ അല്ല വ്യൂവേഴ്സിന്റെ കൂടെ വിഷു വെക്കാൻ പോകുന്നു. അതുൽ ബ്രോ എടാ അതിലെ നമുക്ക് കത്താൻ ഒരുപാട് തീർക്കാനുണ്ട്. ഞാൻ ഒരുപാട് ബാക്കിലായി. ബെൻഡൻ വാച്ച്. അയ്യോ സത്യം ബെൻഡൻ വാച്ച്. അയ്യോ അത് മറക്കില്ല. ബെൻഡൻ വാച്ച്. ബംബിൾ ബി. എടാ മൈര, അതൊക്കെ വേറെ വേറെ ആൾക്കാർക്കുള്ള സാധനങ്ങളാണ്. നമ്മളൊന്നും അതിൽ കയറി തലയിടാൻ പാടില്ല പണിയാ. ഇരുന്നിരിപ്പം ഞാൻ ചത്താലും നിന്റെ 1000 രൂപ പോകും, നീ ചത്താലും എന്റെ 1000 രൂപ പോകും. ആ ഒരു സ്ഥിതിയാണ് ഇപ്പം. അതെന്ത് ഡയലോഗ് നോക്കിയാൽ എനിക്ക് മനസ്സിലായില്ല. പാടില്ല പണിയാ. ഇരുന്നിരിപ്പം ഞാൻ ചത്താലും നിന്റെ 1000 രൂപ പോകും, ഞാൻ ചത്താലും നിന്റെ 1000 രൂപ പോകുന്ന പറഞ്ഞാ നീ ചത്താലും എന്റെ 1000 രൂപ പോകും. ആ ഒരു സ്ഥിതിയാണ് ഇപ്പം. അതെങ്ങനടിയാ? എനിക്കറിഞ്ഞൂടാ. Production team, how many lasers you need? Mattering Harris. Production team, how many lasers you need? Mattering Harris. എന്റെ അമ്മോ ഇതൊക്കെ ലൈവ് കാണുന്ന എന്ത് രസമായിരിക്കും അല്ലേ. അമ്പോ കൊള്ളാം. Nice headlight, congrats. Bro, they are not headlights. നീ മൂഞ്ചിയല്ലടാ ആറട്ട. മറ്റേ ഇവന്റെ വീഡിയോ കണ്ടിട്ട് ഡാവറയോളടാ പറക്കയോളിയുടെ. ഇതെന്താ ഹാപ്പി വിഷു ബ്രോ. നിങ്ങൾ വലിയൊരു മനുഷ്യനാണ് ബ്രോ. എനിക്ക് ആകെ 5.4 എന്തോ ഉള്ളു എന്റെ ടോട്ടൽ ഹൈറ്റ്. ചെറിയൊരു മനുഷ്യനാണ്. അഖിൽ ബ്രോ താങ്ക് യു സോ മച്ച് 20 സൂപ്പർ ചാറ്റ്. ബ്രോ താങ്ക് യു സോ മച്ച് 40. എന്താ നോക്കി ഡാവറയോളിയുടെ വീഡിയോ കണ്ട് ഊമ്പിയായിരുന്നു. ഉമ്പി. എന്താ സൂപ്പർ ചാറ്റ് വായിക്കാൻ പറഞ്ഞേ? 7 മാസമായിരുന്നു ഡെലിവറി, അതിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇന്ന് മോൾ അങ്ങ് പോയി, ഇവിടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുക ബ്രോ.
ഹഫീസ് ബ്രോ അയ്യോ പോട്ടെ, വിഷമിക്കണ്ട ബ്രോ, കുഴപ്പമില്ല. ദൈവം ഒരു കുഞ്ഞുമാവെ ഹെൽത്തി ആയിട്ട് ബ്രോയ്ക്ക് തരും. വൈഫിൻ്റെ അടുത്തും വിഷമിക്കാതിരിക്കാൻ പറയണം. അയ്യോ എന്ത് പറയാനാണ് അതിന് അവസ്ഥ. കുഴപ്പമില്ല, വിഷമിക്കാതിരിക്കണം ബ്രോ, എല്ലാം ശരിയാവും, ഓക്കെ ആവും. അത്രയും വിധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. അതിന്റെ പേരിൽ ആലോചിച്ച് ഇനി സങ്കടപ്പെട്ടോണ്ടിരിക്കണ്ട, പോട്ടെ. എന്തോ പറ്റി? കുഞ്ഞാവ 7 മാസത്തില് ഡെലിവറായി മരിച്ചുപോയി. ഓക്കെ, അയ്യോ കുഴപ്പമില്ല ബ്രോ, പോട്ടെ, കുഴപ്പമില്ല. അത് അങ്ങനെ ഇതായിട്ട് എടുക്കണ്ട, പോട്ടെ. സ്റ്റേ സ്ട്രോങ്, അത്രേ ഉള്ളൂ. അതാ ജോലിയൊന്നും കിട്ടണമെന്നില്ല. ഡയറക്ടർ സച്ച് എ ബോറിംഗ് ഫിലിം. അഥവാ കിട്ടിയാൽ തന്നെ 5 ലക്ഷം ഒന്നും ആരും അഡ്വാൻസ് ആയിട്ട് തരാനും പോണില്ല. അതിന് ബിസിനസ് തന്നെ ചെയ്യണം. അത് ശരിയാ. എന്റെ അമ്മയുടെ കുടുംബസ്വത്തായിട്ട് കുറച്ച് സ്ഥലം എന്റെ പേരിലുണ്ട്. അത് വിറ്റ് ഞാൻ കാശ് തരാം. ഡയറക്ടർ 2 ആള് കൂടെ വരാനുണ്ട്. എടാ ഇവിടുന്ന് ഈ പടം മാറുന്ന, ഇവിടുന്ന് മറ്റേ ഗിയർ മാറുന്ന പോലെയാണ് ഈ പടം മാറുന്നത്. സത്യം പറയാതിരിക്കാൻ വയ്യ. ബ്രോ കഞ്ചാവുണ്ടോ വീട്ടിൽ പോയി നിന്റെ തന്ത പൊണ്ടച്ചിടത്തി വയ്ക്ക്. വണ്ടിയുടെ ബുക്കും ഇല്ലെങ്കിൽ 200 രൂപയുടെ വൈകിട്ട് ഒരെണ്ണം വാങ്ങിച്ചോളൂ. എന്നിട്ട് ഇവിടെ മുതൽ അവിടെ വരെയുള്ള എന്റെ എല്ലാ ചെലവുകളും എഴുതി വെച്ചോളൂ. മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ലോങ് ട്രിപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട്. അതിരിക്കട്ടെ, സാറ് മലയാളിയാണ്. അതേ, താനോ? ഞാനും മലയാളിയാണ്. കോൺവെർസേഷനൊക്കെ കണ്ട. അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോകാൻ. എന്താ പേര്? പി ധർമ്മേന്ദ്ര. നല്ല പേര്. അണ്ണാ ഒരു ഉമ്മ ഗെയിമറൊക്കെ വീഡിയോ കാണാൻ മറക്കല്ലേ ബ്രോ. ഒന്ന് കാണാം. എന്ത് പടമൊക്കെയല്ലേ ഇത്, എന്ത് സാധനം എന്ന് പറയാ. എത്ര വട്ടം കണ്ടാലും മതി വരില്ല, ചുമ്മാ ഇരുന്ന് കാണാം. അതല്ലേ അണ്ണാ ബോത്ത് വീഡിയോ കാണണേ. You will forever remain alive in our heart. ശരിയാണല്ലോ, മനുഷ്യന് എപ്പോഴും ഒരു സമാധാനം. അയ്യോ എന്നാലും ഇത്തിരി നേരത്തെ ആയിപ്പോയി കേട്ടാ പോക്ക്. മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ. അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങളുടെ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ. ആരും കാണാ ദൂരത്താണെങ്കിൽ മുഖം ഞങ്ങളിൽ മായില്ലല്ലോ. അയ്യോ സത്യമാണ്. ഞാനിപ്പോ ഈ കൺസേർട്സ് ഒക്കെ ചെയ്യുന്നോണ്ട് പറയാണ് കേട്ടോ. നമ്മള് ബാൻഡിന്റെ കൂടെ പരിപാടിക്കൊക്കെ പോകുമ്പോ സത്യം പറഞ്ഞാൽ ഒരു പരിപാടിക്ക് പോലും ഇല്ല പുള്ളിയുടെ ഒരു പാട്ട് പാടണം എന്ന് വെച്ചാൽ ഒരാളെങ്കിൽ ഒരാൾ പറയും പുള്ളിയുടെ ഒരു പാട്ട് പാടണം ബ്രോ, മണിച്ചേട്ടന്റെ ഒരു പാട്ട് പാടുമോ, മണിച്ചേട്ടന്റെ ഒരു പാട്ട് പാടുമോ. ഷോസിനൊക്കെ പോകുമ്പോൾ എപ്പോഴും ഈ വേടന്റെ കൺസേർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പുള്ളി എപ്പോഴും മണിച്ചേട്ടനെ പറ്റി പറയണത്. സത്യമാണ്, പുള്ളി പറഞ്ഞ ശരിയാ. ഇങ്ങനെങ്ങാണ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കൺസേർട്സ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങേരായിരുന്നേനെ. എന്റെ പൊന്നോ, പുള്ളിക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത സമയത്ത് പുള്ളിയൊക്കെ സ്റ്റേജ് ഹാൻഡിൽ ചെയ്ത വീഡിയോസ് ഒക്കെ കാണണം നിങ്ങൾ. പുള്ളിയൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മോ, പുള്ളിയൊക്കെ മറ്റേ ദൈവം ലെവലിൽ നമ്മളിന്ന് ഈ ഫോറിൻ രാജ്യത്തൊക്കെ കാണുന്ന കൺസേർട്സിനുള്ള ആൾക്കാരെയൊക്കെ പോലെ പുള്ളി ഇന്ന് ഹോസ്റ്റ് ചെയ്തേനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. പുള്ളിയുടെ നമുക്ക് ഓർത്തിരിക്കാൻ എന്തോരം കിടില പാട്ടുകളാ. ഇന്നലെ തന്നെ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് തുള്ളി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പാട്ടുകൾ കേൾക്കണം. സത്യം പറഞ്ഞ ഇപ്പോഴും അതാ അങ്ങനെയാണ്. കുറെ സാധനമുണ്ട് പുള്ളിയുടെ, കുറെ മറ്റേ വരുത്തന്റെ ഒപ്പം വിളിച്ച് അതൊക്കെ എപ്പോ കേട്ടാലും ചുമ്മാ നിന്നാ പോലും തുള്ളാൻ തോന്നും. പറയാതിരിക്കാൻ വയ്യ അത്. ബ്രോ, when her ex had a fake Lamborghini. Yeah, it is. That's so Bro cool. immediately felt poverty. Thank you. I think my ex had the fake one. Ex had a fake Lamborghini. Hey, so you said your ex had the fake Lamborghini. What did you mean by that? Yeah, well, yours says Lamborghini right here, but his said something like Mansory. What? It's supposed to say Lamborghini. You want to hear it? Yeah.
Sounds good, right? Yeah, his was so much louder. I don't know, maybe it was like broken or something. Yeah, I must. മനസ്സിലായി. അത് മറ്റേ മാൻസറി ആണോ തോന്നി. എന്റെ പൊന്നോ, അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റൂല. And you know what, now that I think about it, his start button was like all the way up here. What? That's so stupid. The start button's supposed to be there. And he had carbon fiber like everywhere. It looked really cheap. Really? Yeah. What is he doing? What do you do? Get out. What? Get out. സത്യല്ലേ അവസ്ഥ. ലൈലൻഡിന്റെ സ്റ്റിയറിംഗ്. ഓ, ഇത് ടൂറിസ്റ്റ് ബസ്സാണോ? എടാ, അത് പറഞ്ഞപ്പോഴാ ഗൈസ്, കഴിഞ്ഞ ദിവസം ഏതോ ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ ഒരു വീഡിയോ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്തുവാ അത് ഡിസ്പ്ലേ അല്ല, അത് ഡിസ്പ്ലേ ആയിരുന്നു എന്ന് ചോദിച്ചത്. നല്ല നെയിം ബോർഡ് ആണെന്ന് വിചാരിച്ച്, മോനെ അത് ഡിസ്പ്ലേ അല്ല, അത് LED ലൈറ്റ് ആണ്, നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ മിണ്ടായിരുന്നൂടെ. എനിക്ക് ബസ്സാണല്ലോ ഇവിടെ, ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബസ് ഓടിക്കണല്ലോ ഞാൻ, ബസ്സിനകത്ത് എന്തൊക്കെ വെക്കണമെന്ന് പഠിക്കാൻ. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ടു, ആ കൊള്ളാം, അടിപൊളി, ഇത് അറിയത്തുള്ളൂ. ചേട്ടാ, എനിക്ക് ബസ്സിൽ വെക്കണ പരിപാടിയല്ല എനിക്ക്. എന്തൊക്കെയാണോ എന്റെ ഇൻബോക്സിലൊക്കെ വന്നിട്ട് ബസ് പ്രേമികളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് മറ്റേ ഇതൊക്കെ ഒഫെൻസീവ് ആയിട്ടൊക്കെ പറയണേ. എനിക്ക് എങ്ങനെ അറിയാം ഡിസ്പ്ലേ ആണോ അതിനകത്ത് നിങ്ങൾ LED ലൈറ്റ് ആണോ വെച്ചിരിക്കണമെന്ന്? അങ്ങനെ കേട്ടോ തോന്നുന്നു എന്റെ വീടിന്റെ മുറ്റത്ത് ബസ് കിടക്കണം 4-5 എണ്ണം. അല്ല പിന്നെ ദേഷ്യം വരൂലേ മനുഷ്യന്? പുള്ളി ബസ് ഓടിച്ച് എങ്ങോട്ടോ പോവാ, അതിന്റെ വീഡിയോ ഇട്ടേക്കണേ. സൂപ്പർ. എവിടെ പോയതായിരുന്നു? കല്യാണം വല്ല ഉണ്ടായിരുന്നു ഇന്ന്? അല്ല, ഇങ്ങോട്ടാ പോയത്? വേറ്റു കണ്ണൂർന്നോ കാസർഗോഡെന്നോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിരുന്നെങ്കിൽ നമുക്കൂടെ മനസ്സിലായിരുന്നു എവിടെ ബസ് ഓടിച്ച് എവിടെ പോകുന്നെന്ന്. ഇതിപ്പോ ഇതിൽ ഞാൻ എന്ത് പറയാൻ, അഭിപ്രായം എന്താണ് ഇനി പറയേണ്ടത് എനിക്കിപ്പോ മനസ്സിലാവണില്ല. പുള്ളി ബസ് ഓടിച്ച് എങ്ങോട്ടോ പോണു. നമ്മളിങ്ങനെ ഒരു 10-9,000 പേര് നമ്മളിങ്ങനെ പുള്ളി ചന്തയ്ക്ക് പോയതാണോ കല്യാണത്തിന് പോയതാണോ ഒരു ഐഡിയ ഇല്ല. പുള്ളി എങ്ങോട്ടോ പൊക്കോണ്ടിരിക്കുന്നു, നമ്മളതിരുന്ന് ഇങ്ങനെ കാണുന്നു. എന്തിനു പറയാനല്ലേ. ഇത് ഫ്യൂവലാണോ വെളി വന്നത്? അത് ഹോൾ സ്റ്റാർട്ട് ആണോ? അതിന്റെ സീറ്റിലേക്ക് മസാജറൊക്കെ കണ്ടാ കൈസ് നിങ്ങള്? സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഗൈസ്, നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കും, ജീവിതത്തിൽ അത് മേടിക്കണം ഇത് മേടിക്കണം. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ 9 to 5 ജോലി കൊണ്ട് നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു വണ്ടി ലോകത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് ഉറപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ് വല്ലതും ചെയ്ത് അല്ലെങ്കിൽ വല്ല സെലിബ്രിറ്റി ഒക്കെ ആയി അങ്ങനെയൊക്കെ പോയാൽ ചിലപ്പോൾ നടക്കും. ഈ 9 to 5 ജോലി ചെയ്ത് ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം മേടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത്രയ്ക്കും വലിയ സാലറി ഒക്കെ ഉള്ള ജോലിയൊക്കെ കിട്ടണം. അല്ലെങ്കിൽ വലിയ കമ്പനികളിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും വലിയ പൊസിഷനിലൊക്കെ എത്തിയാലേ നടക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. നമുക്കത് അഫോർഡ് ചെയ്ത് വരാൻ നല്ല പാടായിരിക്കും. ഇത് നമുക്ക് നമ്മുടെയൊക്കെ സ്വപ്നം ഒരിക്കലും നടക്കും. ആർക്കൈൻ ഷെയ്ഡ്സ് ഒരു ലേഡി ഗെയിമറിന് ലൈവ് കമന്റ് ഇടാമോ? ആർക്കിസ് വേൾഡ്, ഈ ലേഡി ഗെയിമർമാരുടെ വീഡിയോക്കകത്ത് കമന്റ് ഇടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ ഇടത്തില്ല. ആർക്കിസ് വേൾഡ്, നീ ഇവിടെ 40 രൂപ സൂപ്പർ ചാറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ലേഡി ഗെയിമറിനകത്ത് പോയി കമന്റ് ഇട്ട് കഴിഞ്ഞിട്ട് നീ വൈകുന്നേരം അവർക്ക് മെസ്സേജ് അയക്കും. ഞാനാ ഈകളിനോട് പറഞ്ഞത് കമന്റ് ഇടാൻ. നീ എന്നിട്ട് പറയും നീ സംഭവമാണെന്ന് പറഞ്ഞ് നിനക്ക് അവളെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല പിന്നെ നിനക്ക് ഞാൻ കമന്റ് ഇടാ ഇനി അല്ലേ വിനീത്? ഒരു ബസ് അണ്ണാന്ന് അതവൻ എന്നേ പറഞ്ഞതാ ഡെവിൻ ബ്രോ, അവൻ എന്നേ പറഞ്ഞതാ. പറ്റും 9 to 5 ജോലി ചെയ്താൽ പറ്റുമോ അണ്ണാ? പറ്റും. നോക്കാം. അണ്ണാ ലവ് ഫ്രം ഓസ്ട്രേലിയ, എനർജി ചെറിയ ഗുണ്ണയാ. എബിൻ ജേക്കബ് $7. അവൻ സൂപ്പർ ചാറ്റ് ചെയ്യണ, കൗണ്ടർ സൂപ്പർ ചാറ്റ്.
അത്ര ഉള്ളു എബിനെ. നിന്റെ കൂടെ ഞാൻ ഇന്ന് നിനക്ക് വെച്ച പണി നമ്മൾ അവന് തിരിച്ചു വെച്ച് ഇന്ന് നീ ഗ്രൂപ്പിലിട്ട് ഇത് അവന് കൊടുക്കാനുള്ളത് കൊടുക്കണം. മനസ്സിലായ? EMI ഇട്ടൂടെ മാക്? EMI ഇട്ടൂടെ എല്ലാ മാസം? ഈ വണ്ടിക്കൊക്കെ EMI എന്ന് പറഞ്ഞാ ബ്രോ മന്ത്ലി ഒരു ബേസിക് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ പോലും മന്ത്ലി EMI 2.5 ലക്ഷവും 3 ലക്ഷം രൂപയായിരിക്കും. 3 ലക്ഷം രൂപ സാലറി ഉള്ള ഒരു ജോലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതെന്തായിരിക്കും? അതാണ് എൻ്റെ ചോദ്യം. 3.5 ലക്ഷം രൂപ സാലറിയിൽ EMIക്ക് വേണ്ടി മാത്രം 3.5 ലക്ഷം രൂപ മാറ്റി വെക്കണം. പിന്നെ വീട്ടിലെ ചെലവ്, കൊച്ചുണ്ടേ കൊച്ചിന്. ഇപ്പൊ ഞാനിപ്പോ എന്ത് പറഞ്ഞാലും കൊച്ചിലേക്ക് എത്തി. ഞാൻ തന്തവയവായി തുടങ്ങിയേട്ടാ, ഞാൻ തന്തവയവായി തുടങ്ങിയേ. ഇപ്പൊ എന്ത് പറഞ്ഞാലും നേരത്തെ പ്രാരാബ്ദം പറയണ എന്തുവാണെന്ന് അറിയാമോ? പെട്രോൾ അടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം, മന്തി അടിക്കാൻ പോകണം, ഇതൊക്കെയായിരുന്നു നമ്മുടെ ചെലവ്. ഇപ്പൊ എന്റെ ചെലവുകൾ എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിന് സ്നഗ്ഗി മേടിക്കണം, ഇതൊക്കെയാണ് ഇപ്പൊ എന്റെ ചെലവ്. ഫസ്റ്റ് എങ്ങനെയാണോ ഞാൻ തന്തവയവായി തുടങ്ങി. ആക്ച്വലി തന്തവയവായി. ഉച്ചിക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുമ്പം മിന്നാടി കുത്തി ചൂരമാന്ത് കുതിരക്കുട്ടനെ പോലെ ഉച്ചിക്കെട്ടി പാറോതി കുതിക്കെട്ട് തീരക്കുത്തിൽ കരുത്തൻ ചുണ്ടൻ 12 അപ്പം ചുട്ടോടി ഞാൻ ചുടുമ്പം മിന്നാടി. എന്ത് സാധനമൊക്കെയാണ് ഇത് പടച്ചു വിടറേ എന്റെ അളിയ. എനിക്ക് ഞാൻ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടാ. വാട്ടപ്പോട്ട് കരടിമട ഗെയിമിംഗ് റൂം, അത് കാണാം അഭിഷേക് ബ്രോ. ഞാനത് ഓർത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഒരു കാര്യത്തിൽ വിഷമമുണ്ട്. ഞാൻ ലാലേട്ടൻ ഫാനൊക്കെയാണ്, പക്ഷേ മോഹൻലാലിന്റെ പടം ഇറങ്ങുമ്പോൾ മോഹൻലാലിനെ പറ്റി മറ്റേ ഭയങ്കര വൾഗാരിറ്റിയിൽ ഈ റീൽസിൽ കണ്ടന്റ് ചെയ്യുക, അതുപോലെ ഇപ്പൊ തിരിച്ച് മമ്മൂട്ടിയുടെ പടം ഇറങ്ങുമ്പോൾ അതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. ഭയങ്കര ശോകമല്ലേ അത് സത്യം പറഞ്ഞാൽ. ഇവരൊക്കെ നമ്മുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്റർടൈൻമെന്റ് സെഗ്മെന്റിൽ അല്ലെങ്കിൽ മൂവി ഇവര് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ. അവർക്കൊരു ഡൗൺ ടൈമോ ഇതും വരുമ്പോഴത്തേക്കിന് നമുക്ക് ക്രിറ്റിസിസം പറയല, അഭിപ്രായങ്ങൾ പറയാം. പക്ഷെ ഇവര് പട്ടിയാക്കണ രീതിയിൽ ഇങ്ങനെ ഇപ്പൊ കുറെ പേര് വീഡിയോസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഭയങ്കര ലൈക്കും ഉണ്ട്. അത് കാണുമ്പോഴാണ് സത്യം പറഞ്ഞ വിഷമം വരണം. ഒത്തിരി ലൈക്കും ഒത്തിരി കമന്റ്സും ഉണ്ട്. മമ്മൂട്ടിയെ തന്നെ മമ്മുണ്ണി, ലാലേട്ടനെ ലാലപ്പൻ, ഇങ്ങനെയൊക്കെ ഇരുന്ന് കമന്റിൽ ഓരോരുത്തർ പറഞ്ഞേക്കണം. ഞാൻ ഇങ്ങനെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ എല്ലാം പിള്ളേർ സെറ്റ് ഉണ്ട്, വയസ്സായവരുണ്ട്. അതിൽ 2K 90s ഒന്നും ഇല്ല, എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടാ. കുപ്പിയും ഈ ക്യാം ലിങ്ക് ഞാൻ എനിക്ക് കുളം വരുന്ന ഞാൻ മര്യാദക്ക് ഞാൻ കുറെ നേരമാണ് ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഇടക്കിടക്കിടക്ക് നിന്നെ കുത്തിയിട്ടപ്പോ വേണ്ട 10,000-15,000 രൂപയുടെ സാധനം. ഹലോ, കേക്കാം. ഇടക്കിടക്ക് അങ്ങ് കേറി വരുന്ന എന്നാ കമ്പ്യൂട്ടറിന് കുത്തിയിട്ടേക്കോന്ന് എനിക്കറിയാം. ഇടക്കിടക്ക് എന്നോട് പറയണേ എന്തിനാ കുത്തിയെന്ന്. കുപ്പിയും കൂട്ടവും കൂട്ടിക്കിടുന്നതാണ് പാട്ടുകൾ ജനിക്കുന്നത്. ഇത് കുപ്പിയും കൂട്ടവും കൂടുന്നിടത്താണ് പാട്ടുകൾ ജനിക്കുന്നത്. ഇത് ആൽമരമല്ലേ? കൊള്ളാല്ലേ? കൊള്ളാം. നൈസ്.